ഓം ശാന്തി. ഞാൻ സെക്കൻഡിൽ ഈ ദേഹത്തിൻ്റെയും ദേഹത്തിൻ്റെ ലോകത്തിൻ്റെയും സ്മൃതിയിൽ നിന്നും മാറി എൻ്റെ ഒറിജിനൽ സ്വരൂപത്തിൽ സ്ഥിതമാകുന്നു. ഭൃഗുടി മധ്യത്തിൽ തിളങ്ങുന്ന എൻ്റെ ആത്മിക സ്വരൂപത്തെ കാണുന്നു. ദിവ്യ പ്രകാശത്തിൽ തിളങ്ങുന്ന ഞാൻ ഒരു ചേതനാത്മാവാണ്. അനന്ത ശക്തിവാൻ ആത്മാവാണ്. സ്വയം ജ്ഞാനസാഗർ, ദിവ്യ ഗുണങ്ങളുടെ സാഗരനും വിശ്വസേവാധാരി വിശ്വരക്ഷകനുമായ പരമാത്മാവിൻ്റെ ശ്രേഷ്ഠ രചനയാണ് ഞാൻ. ഞാൻ ബാപ്പ് സമാനം നോളജ്ഫുള്ളായി മാസ്റ്റർ ജ്ഞാനസാഗരനാകുന്നു. എൻ്റെ സേവയിലൂടെ മുഴുവൻ വിശ്വത്തെയും സമ്പന്നമാക്കണം, സുഖിയാക്കണം. ഇതാണ് എൻ്റെ ലക്ഷ്യം. എനിക്ക് വിശ്വത്തെ പരിവർത്തനം ചെയ്യണം. ഞാൻ ബാപ്പ് സമാനം വിശ്വപരിവർത്തക ആത്മാവാണ്. എൻ്റെ ഓരോ സങ്കല്പവും കർമ്മവും വചനവും സംബന്ധ സമ്പർക്കവും ഞാൻ സേവയിൽ ഉപയോഗിക്കുന്നു. ഞാൻ അനുഭവം ചെയ്യുകയാണ് സർവശക്തിവാൻ ബാബയിൽ നിന്നും നിരന്തരം വയർലെസ് കണക്ഷനിലൂടെ എനിക്ക് സർവശക്തികളും പ്രാപ്തമായിക്കൊണ്ടിരിക്കുന്നു. ഓൾമൈറ്റി പരമാത്മാ എന്നിൽ മുഴുവൻ ശക്തികളും നിറച്ചുകൊണ്ടിരിക്കുന്നു. സർവശക്തിവാൻ പരമാത്മാവിൻ്റെ ശക്തിയിലൂടെ ഞാൻ സമ്പൂർണ്ണ പാവനമാകുന്നു. വായുമണ്ഡലത്തിൽ പവർഫുൾ വൈബ്രേഷൻ വ്യാപിക്കുകയാണ്. പ്യുവർ പവർഫുൾ ദിവ്യ അലൗകിക ഊർജം സർവരും അനുഭവം ചെയ്യുന്നു. അവർ പവിത്ര ശക്തിശാലിയായിക്കൊണ്ടിരിക്കുന്നു. പ്രകൃതിയുടെ 5 തത്വങ്ങളും പാവനമായിക്കൊണ്ടിരിക്കുന്നു. നഷ്ടമായി പോയ ഊർജം വീണ്ടെടുക്കുന്നു. ഞാൻ ഫരിസ്ത രൂപം ധാരണ ചെയ്ത് ദൃഷ്ടിയിലൂടെ സർവർക്കും അലൗകിക അനുഭവമുണ്ടാക്കുന്നു. നയനങ്ങളിൽ നിന്നുള്ള പ്രകാശകിരണങ്ങൾ സർവ ആത്മാക്കളിലും എത്തുന്നു. എൻ്റെ സത്യസ്വരൂപത്തിൻ്റെ സാക്ഷാത്കാരമുണ്ടാകുന്നു. ജ്യോതി സ്വരൂപ പരമാത്മാവിൻ്റെ സാക്ഷാത്കാരമുണ്ടാകുന്നു. ബാബയുടെ സമീപതയുടെയും സാധിയുടെയും ആശ്രയത്തിൻ്റെയും അനുഭവമുണ്ടാകുന്നു. എൻ്റെ ശുഭഭാവന 4 ഭാഗത്തും സൂര്യകിരണങ്ങളെപ്പോലെ വ്യാപിക്കുന്നു. ഈ കിരണങ്ങൾ സർവ ആത്മാക്കളുടെയും ശുദ്ധ ആഗ്രഹങ്ങൾ പൂർണ്ണമാക്കുന്നു.
സർവ ആത്മാക്കൾക്കും അവിനാശി സമ്പത്തിന്റെ പ്രാപ്തിയുണ്ടാകുന്നു. വിശ്വപരിവർത്തക ബാബയുടെ കൂടെ ഞാൻ മാസ്റ്റർ വിശ്വപരിവർത്തക പാർട്ട് അഭിനയിക്കുന്നു. ഇന്ന് ബാപ്ദാദ തന്റെ പ്രിയപ്പെട്ട കുട്ടികളെ 3 സിംഹാസനങ്ങളുടെ അധികാരിയാക്കുന്നു. ആദ്യത്തേത് സ്വരാജ്യ അധികാരത്തിന്റെ ഭൃഗുടി സിംഹാസനമാണ്. രണ്ടാമത്തേത് ബാപ്ദാദയുടെ ഹൃദയ സിംഹാസനമാണ്. മൂന്നാമത്തേത് വിശ്വരാജ്യ അധികാരത്തിന്റെ സിംഹാസനമാണ്. ഈ 3 സിംഹാസനങ്ങളുടെയും സ്മൃതിയിൽ ഞാൻ ആത്മീയ ലഹരിയിലിരിക്കുന്നു. കൂടാതെ ഡബിൾ കിരീടവും നൽകി. ഒന്ന് പവിത്രതയുടെ രാജകീയ കിരീടം, രണ്ടാമത്തേത് സേവനത്തിന്റെ ഉത്തരവാദിത്വ കിരീടം. പുതിയ ലോകത്തിന്റെ വിശേഷതകൾ കുട്ടികളുടെ പുരുഷാർത്ഥി ജീവിതത്തിൽ എത്രത്തോളം ഇമോർജായിരിക്കുന്നു എന്ന് ബാപ്ദാദ നോക്കുകയാണ്. പുതിയ സംസ്കാരത്തിലൂടെയാണ് സൃഷ്ടി രചിക്കപ്പെടുന്നത്. എൻ്റെ വിശേഷധർമ്മം, അതായത് ധാരണയാണ് പവിത്രത. വാക്കുകളിലും പ്രവൃത്തികളിലും സംബന്ധ സമ്പർക്കത്തിലും പവിത്രത സ്വാഭാവികമായിട്ടുണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്യുന്നു. എൻ്റെ അനാദി സ്വരൂപവും ആദി സ്വരൂപവും പവിത്രതയാണ്. ബാബ നൽകിയ ശക്തി ഉപയോഗിച്ച് പരിവർത്തനമാകുന്നു. ബാബ പറയുന്നു, ഇപ്പോൾ തീവ്ര പുരുഷാർത്ഥത്തിനുള്ള സമയമാണ്. ബാബ സമാനം തന്നിരിക്കുന്നു. മാസ്റ്റർ സർവശക്തിവാൻ. സമയത്തിനനുസരിച്ച് എന്ത് ചിന്തിക്കുന്നുവോ അത് നടക്കുന്നു. സങ്കല്പവും സ്വരൂപവും ഒരുമിച്ചായിരിക്കണം. ഞാൻ എൻ്റെ ബുദ്ധിയിലും കണ്ണുകളിലും എൻ്റെ രാജ്യം സ്പഷ്ടമായി കാണുന്നു. നിയമമെന്താണെന്നും ക്രമമെന്താണെന്നും മനസ്സിലാക്കിയിരിക്കുന്നു. സംഗമയുഗത്തിൽ സർവപ്രാപ്തികളും ഭഗവാൻ പ്രസാദമായി നൽകിയിരിക്കുന്നു. ബാബ പറയുന്നു, ഞാൻ എന്ന് പറയുമ്പോഴെല്ലാം ഏതെങ്കിലും ഒരു സമാനം കൂടെ ചേർക്കൂ. എൻ്റെ എന്ന വാക്കു പറയുമ്പോൾ ബാബയുടെ ഓർമ്മ വരണം. എൻ്റെ ബാബ എന്നത് സ്വാഭാവിക ഓർമ്മയായി മാറണം. മായ വരുന്നത് 2 വാക്കുകളിലൂടെയാണ്. ഒന്ന് ഭാവം, രണ്ടാമത്തേത് ഭാവന. ഭാവമെന്നാൽ ആത്മീയ ഭാവം. ഭാവന എന്ന് പറയുമ്പോൾ ശുഭഭാവന ഓർമ്മ വരണം. ബാപ്ദാദയുടെ 3 വാക്കുകൾ ഞാൻ സദാ ഓർമ്മിക്കുന്നു. ഒന്ന് പെട്ടെന്ന്, രണ്ടാമത്തേത് എവറടി, മൂന്നാമത്തേത് ദീർഘകാലം. ദീർഘകാല പരിശ്രമത്തിലൂടെ പൂർണ്ണമായും 21 ജന്മത്തേക്കുള്ള സമ്പത്ത് പ്രാപ്തമാക്കണം. ബാബ ടൈറ്റിൽ നൽകുന്നു, വിഘ്ന വിനാശകരാകൂ.
സഫലതയുടെ താക്കോലാണ് ദൃഢത. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിന്റെ സ്വരൂപമാകുന്നു. പരിവർത്തന ശക്തിയിലൂടെ സർവരുടെയും കൃതജ്ഞതയ്ക്ക് പാത്രമാകുന്ന വിഘ്നജീത്താകുന്നു. നിമിഷ നേരം കൊണ്ട് ദോഷത്തെ നേട്ടമായി മാറ്റണം. സംസ്കാരത്തെയും സ്വഭാവത്തിന്റെയും രൂപത്തിൽ മുന്നിൽ വന്നാൽ ആത്മാവിനെ പ്രതി ദയാഹൃദയത്തിന്റെ ശ്രേഷ്ഠ സംസ്കാരങ്ങൾ ധാരണ ചെയ്യുന്നു. ദേഹധാരി ദൃഷ്ടിയെ ആത്മീയ ദൃഷ്ടിയായി പരിവർത്തനം ചെയ്യുന്നു. പിന്നീട് സമ്പർക്കത്തിൽ വരുന്ന ആത്മാക്കൾ നന്ദിയുള്ളവരായിരിക്കും. പരിവർത്തനമാക്കുന്ന യുക്തിയിലൂടെ ഞാൻ വിഘ്നജീത്തായി മാറുന്നു. അനുഭവങ്ങളുടെ സ്വരൂപമാകുകയാണെങ്കിൽ മുഖത്തിലൂടെ ഭാഗ്യത്തിന്റെ തിളക്കം കാണപ്പെടും. ബാബ തന്നിരിക്കുന്ന സൂചനയാണ് അനേകതയിൽ ഏകത കൊണ്ടുവരുന്നതാണ് ഏറ്റവും വലിയ സേവ. ഇതാണ് അത്ഭുതവും സഫലതയുടെ അടിസ്ഥാനവും. ഓം ശാന്തി.